ദിയ ഗൗഡയുമായിട്ട് ഇപ്പൊ ഒരു വെബ് സീരീസ് ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. താനും ഏതാദ്യം പറയണമെന്ന് ഒരു നിശ്ചയമില്ല. ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇത് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വലിയടത്ത കൊച്ചാണ് എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നേരം വെളുത്ത കള്ളും വേണം പെണ്ണും വേണം. അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മെക്കെട്ട് കയറും. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ജോലി ചെയ്തു എന്നുള്ള ക്ഷീണം അവർക്കോ അല്ലെങ്കിൽ അഭിനയിച്ചതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കോ ഇല്ല. കാരണം അത്ര ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം. കാരണം അത്രയ്ക്ക് ഞങ്ങള് എന്താ പറയാ, ഷൂട്ടിന്റെ ഇടയിലാണെങ്കിൽ കൂടെ തമാശകള് പറഞ്ഞിട്ടും കമ്പനി അടിച്ചിട്ടും ഭയങ്കര ആർക്കും ബോറടി ഇല്ലായിരുന്നു. ആളപ്പ നല്ല പൂശുകാരനല്ലേ? പൂശോ? അതവന്റെ ഡാഡിയുടെ പഴയ തൊഴിലായിരുന്നു. ജോണി സിൻസിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെയും സണ്ണി ലിയോണിനെ പോലെയുള്ള നായികമാരെയൊക്കെ കണ്ടു വളർന്ന മലയാളികളോട് ദേ ആർ സെർച്ചിങ് ഫോർ വെറൈറ്റി, ലൈക്ക് ദേ നീഡ് സ്റ്റോറീസ്. ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. പക്ഷെ നമ്മൾ ചെയ്തത് ഇപ്പൊ ഈ ചെയ്തതെല്ലാം വളരെ ഭംഗിയായിട്ടുള്ള നല്ല കഥകളാണ്. അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ജോബാണ്. ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യുന്ന ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. വലിയ യൂണിയൻ അവരുടെ എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്. പക്ഷെ കുറച്ച് പേര്, ബാക്കിയുള്ളവർക്കെല്ലാം ഇത് സെക്സ്, ഓ അവള് അങ്ങനെ ആയിട്ട് നടക്കും, അവൾക്ക് അങ്ങനെ നടക്കാൻ ബാഡ് രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ജോബാണ്. ഈ ജോബ് അവരത് കണ്ട് അവർക്ക് അത് ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇങ്ങനെ കാണുന്നത് മോശമെന്നാ പണ്ടുള്ള ആൾക്കാർ പറയാം. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരത് കണ്ട് ആസ്വദിക്കുന്നു. ആ കുറച്ചു നേരം അവർ അതിൽ അലിഞ്ഞു പോയി അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ കുറ്റം പറയുന്നത്. നാട്ടുകാർ പിന്നെ കുത്തിപ്പൊക്കി ബഹളം ഉണ്ടാക്കി നാട്ടുകേസാക്കി. ഈ നാട്ടുകാർക്ക് ഇതിലെന്ത് കാര്യം? പറഞ്ഞ പോലെ ഒരു ബ്രേ മേടിക്കണമെങ്കിൽ ഞാൻ മേടിക്കുന്നത് 1200, 1300, എങ്ങനെ 1500 രൂപയുടെ ഉള്ളിലാവും. ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് ചെറിയൊരു ഇന്ററപ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ അവിടെ ഇരുന്ന് ഇത് ഈ ഒരു ഭാഗം വരുമ്പോ കാണുന്നവർ പറഞ്ഞ എന്തൊരു തള്ളാണ് ചേച്ചി, 1200. ഇത്രയും വില കുറഞ്ഞ ജെട്ടികളാണോ മിസ്റ്റർ ജീവൻ ഉപയോഗിക്കുന്നത്? കഴിഞ്ഞാൽ ബ്രാൻഡഡ് സാധനത്തിന് 1000 രൂപന്റെ താഴെ കിട്ടത്തില്ല. അത് നമുക്കറിയാം. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ആ സാധനം ഞാൻ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ടിട്ട് എനിക്ക് അത് ഇട്ടിട്ട് എക്സ്പോസ് ചെയ്ത് എന്താ പ്രശ്നം? ഞാൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്. നിന്നെ പോലെ കുട്ടിരിക്കറും ഇറങ്ങിയ ജമ്പർ വിട്ടി നാട് മുഴുവൻ ഇറങ്ങാങ്കി അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഇറക്കം കൂടിയ ജട്ടി. ഒരു 100 രൂപയുടെ ഷഡ്ഡി മേടിച്ചിട്ടാ പോരെ. ഞാൻ ഇത്രയും വിലയുള്ളത് ഞാൻ മേടിച്ചിടുന്നത് ഫോട്ടോ എടുക്കാനാ. കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന കാണാത്ത ഒന്ന് എന്നെ കാണിക്കണ്ട.